സ്മാർട്ട് റോഡുകളുടെ ഉദ്ഘാടന ചടങ്ങുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ വസ്തുതാവിരുദ്ധമായ വാർത്തയാണ് പ്രചരിക്കുന്നതെന്ന് മന്ത്രി എം.പി. രാജേഷ്. പ്രചരിക്കുന്ന വാർത്ത അടിസ്ഥാനരഹിതമാണ്. ഇത്തരം വാർത്തകൾ ഒരു അന്വേഷണവുമില്ലാതെ കൊടുക്കുന്നത് അങ്ങേയറ്റത്തെ അന്യായവുമാണെന്നും തിരഞ്ഞെടുപ്പ് വർഷം ഇതൊക്കെ പ്രതീക്ഷിക്കേണ്ടി വരുമെന്നും മന്ത്രി രാജേഷ് പറഞ്ഞു. മന്ത്രിസഭയിൽ ഭിന്നതയില്ല. മുഖ്യമന്ത്രി പങ്കെടുക്കേണ്ടിയിരുന്ന മഴക്കാല തയ്യാറെടുപ്പുകൾ സംബന്ധിച്ച യോഗത്തിലും അദ്ദേഹം പങ്കെടുത്തിരുന്നില്ല. റവന്യൂ മന്ത്രിക്കൊപ്പം താനാണ് യോഗത്തിൽ പങ്കെടുത്തതെന്ന് മന്ത്രി രാജേഷ് പറഞ്ഞു. വൈകിയാണ് യോഗം അവസാനിച്ചത്. അതുകൊണ്ടാണ് റോഡ് ഉദ്ഘാടനത്തിൽ പങ്കെടുക്കാതിരുന്നത്. യോഗത്തിലുണ്ടായിരുന്ന മന്ത്രി വി ശിവൻകുട്ടി നേരത്തെ പോയാണ് ഉദ്ഘാടന പരിപാടിയിൽ പങ്കെടുത്തതെന്നും മന്ത്രി പറഞ്ഞു. സ്മാർട്ട് റോഡ് ഉദ്ഘാടനത്തിൽ നിന്ന് തദ്ദേശ വകുപ്പിനെ ഒഴിവാക്കി പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ് ക്രെഡിറ്റ് മുഴുവൻ സ്വന്തമാക്കിയതിൽ മന്ത്രി എം.പി. രാജേഷ് മുഖ്യമന്ത്രിയെ കണ്ട് പരാതി പറഞ്ഞതായി വാർത്ത പുറത്തുവന്നിരുന്നു. മുഹമ്മദ് റിയാസിന്റെ സാന്നിധ്യത്തിൽ മന്ത്രി വി ശിവൻകുട്ടിയാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. മന്ത്രിമാർ തമ്മിൽ തർക്കമുണ്ടായതോടെയാണ് മുഖ്യമന്ത്രി ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് വിട്ടുനിന്നതെന്ന് വാർത്തകൾ പ്രചരിച്ചതോടെ ഇക്കാര്യം നിഷേധിച്ച് മുഖ്യമന്ത്രിയുടെ ഓഫീസ് വാർത്താക്കുറിപ്പും ഇറക്കിയിരുന്നു. കേന്ദ്ര സംസ്ഥാന ഫണ്ടുകൾക്കു പുറമെ തദ്ദേശ വകുപ്പിന്റെ 80 കോടിയോളം രൂപ ചെലവഴിച്ചാണ് സ്മാർട്ട് റോഡുകൾ തയ്യാറാക്കിയത്. എന്നാൽ ഉദ്ഘാടന പരിപാടിയിൽ നിന്ന് തദ്ദേശ വകുപ്പ് മന്ത്രിയെ ഉൾപ്പെടെ പൂർണ്ണമായി ഒഴിവാക്കിയെന്നാണ് പരാതി. ചൊവ്വാഴ്ച ചേർന്ന മന്ത്രിസഭാ യോഗത്തിലും മന്ത്രി എം.പി. രാജേഷ് ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയതായി സൂചനയുണ്ട്. സ്മാർട്ട് റോഡ് ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടുള്ള പരസ്യങ്ങളിലും ഫ്ലക്സുകളിലും മുഖ്യമന്ത്രിയുടെയും മുഹമ്മദ് റിയാസിന്റെയും ചിത്രങ്ങളാണ് ഉൾപ്പെടുത്തിയിരുന്നത്. വസ്തുതാവിരുദ്ധമായ വാർത്ത രാവിലെ 2 ചാനലുകൾ കൊടുത്തു. പിന്നീട് ആ വസ്തുതാവിരുദ്ധ വാർത്ത മറ്റുള്ളവരും ആവർത്തിക്കുന്ന സ്ഥിതിയാണ് ഉണ്ടായത്. അപ്പം അതുകൊണ്ടാണ് ഇപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നത്. ആ വാർത്ത തീർത്തും അടിസ്ഥാനരഹിതമാണ്, വസ്തുതാവിരുദ്ധമാണ്. അപ്പം അത്തരം വാർത്തകൾ ഒരന്വേഷണവുമില്ലാതെ കൊടുക്കുന്നത് അങ്ങേയറ്റത്തെ അന്യായമാണ്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് വർഷമാണ്, ഇനിയും ഇത്തരത്തിലുള്ള വാർത്തകൾ വരും എന്നുള്ളത് അറിയാം. അപ്പോൾ ഇതൊന്നും നിഷ്കളങ്കമായിട്ട് കൊടുക്കുന്നതല്ലല്ലോ, നിരുപദ്രവകരമായിട്ടും കൊടുക്കുന്നതല്ല. അപ്പോൾ തെരഞ്ഞെടുപ്പ് വർഷം ഇനിയും ഇത്തരത്തിലുള്ള പലതും പ്രതീക്ഷിക്കേണ്ടി വരും. അത്രേ പറയാനുള്ളൂ. അത് വാർത്ത കൊടുത്തവരല്ലേ പറയേണ്ടത്? വാർത്ത കൊടുത്തവരല്ലേ. അതാ പറഞ്ഞത്, തെറ്റായൊരു കാര്യം പറയാം. ഞാൻ മുഖ്യമന്ത്രിയെ കണ്ട് പരാതിപ്പെട്ടു എന്ന് തെറ്റായിട്ടുള്ള വാർത്തയാണ് വന്നത്. തീർത്തും അടിസ്ഥാനരഹിതമായിട്ടുള്ള കാര്യമാണ്. അങ്ങനെ ഒരു കാര്യമേ ഉണ്ടായിട്ടില്ല. അല്ല, ഉണ്ടായിരുന്നു. ഞാൻ അന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പങ്കെടുക്കേണ്ടിയിരുന്ന മഴക്കാല തയ്യാറെടുപ്പുകൾ സംബന്ധിച്ച യോഗത്തിൽ, ആ യോഗത്തിൽ അദ്ദേഹം പങ്കെടുത്തിട്ടില്ല. പങ്കെടുക്കാൻ അദ്ദേഹത്തിന് കഴിയാത്ത സ്ഥിതി ഉണ്ടായിരുന്നു. ആ യോഗത്തിൽ റവന്യൂ മന്ത്രിക്കൊപ്പം ഞാൻ പങ്കെടുക്കുകയായിരുന്നു. ആ യോഗം തീർന്ന് വളരെ വൈകിയാണ്. ശരി, മതി. അല്ല, നിങ്ങൾ ഒരു കാര്യം പറയാനുള്ളൂ. ഇത്തരത്തിലുള്ള തെറ്റായ വാർത്ത ഓരോ ദിവസവും പാകം ചെയ്തെടുത്തിട്ട് അതുകൊണ്ട് ഈ രാഷ്ട്രീയമായിട്ട് ഇടതുപക്ഷത്തെ ആക്രമിക്കുന്ന രീതി നിങ്ങൾ തുടരും. ഞാൻ പറഞ്ഞുകൊണ്ട് നിർത്താനൊന്നും പോകുന്നില്ല. അതിന്റെ ഭാഗമാണിത്. ഞാൻ യോഗത്തിൽ പങ്കെടുക്കാന്ന് പറഞ്ഞു, മലയാളത്തിലല്ലേ ഞാൻ പറഞ്ഞത്. ഇങ്ങനെയാണ് നിങ്ങൾ വസ്തുതാവിരുദ്ധമായ കാര്യം പറയുന്നത്. 5 മണിക്ക് ആ യോഗം കഴിഞ്ഞ് നിങ്ങളോട് ആരാ പറഞ്ഞത്? എങ്ങനെ അറിയാം? നിങ്ങളെല്ലാം അറിയുന്നവരാണോ? എല്ലാം അറിയുന്നവരോ? അല്ല, ഞാൻ പറയുന്നത് കേൾക്കും. നിങ്ങളെല്ലാം ഇങ്ങനെയാണ് നിങ്ങൾ തെറ്റായ വാർത്ത കൊടുക്കുന്നത്. 5 മണിക്ക് ആ യോഗം തീർന്നില്ലല്ലോ, 6 മണിവരെ യോഗം നീണ്ടുപോയില്ലേ? ആ യോഗത്തിൽ പങ്കെടുത്ത ശ്രീ ശിവൻകുട്ടി മിനിസ്റ്റർ, അദ്ദേഹം അല്പം നേരത്തെ പോവുകയാണ് ചെയ്തത്. ഇത് റവന്യൂ വകുപ്പും തദ്ദേശ വകുപ്പും പ്രധാനമായിട്ടും നടപടി സ്വീകരിക്കേണ്ടതായതുകൊണ്ട് ഞാൻ ആ യോഗത്തിലുണ്ടായിരുന്നു. അത് നിങ്ങളുടെ ഉദ്ദേശമൊന്നും നടക്കാൻ പോകുന്നില്ല. ശരി.